السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. ما شاء الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. നമ്മുടെ പഠനം മധുരം ക്ലാസ് അൽഹംദുലില്ലാ മുതിർന്നവരുടെ ക്ലാസ്സും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സും അതേപോലെ മദ്രസകളിൽ പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക മോട്ടിവേഷൻ ക്ലാസ്സും അൽഹംദുലില്ലാ നടന്നു വരുന്നു. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ പഠനം പ്രധാനമായിട്ട് അറബി അക്കങ്ങൾ നമ്മൾ ഒന്ന് എഴുതാൻ പഠിക്കുകയാണ്. പ്രത്യേകിച്ച് 10 വരെയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് വരുന്ന പ്രത്യേകിച്ച് മുതിർന്നവരെ പഠിപ്പിക്കുമ്പം നമ്മൾ നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പേജുകൾ മറിക്കാൻ, അതായത് അക്കങ്ങൾ കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അറബിയിൽ 10 വരെ നമുക്കൊന്ന് എണ്ണി നോക്കാം. വാഹിദ്, ഇസ്നൈൻ, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, തമാനിയ, തിസ്അ, അശറ. ഇത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന എങ്ങനെ? പാട്ടിലൂടെ. എങ്ങനെ? വാഹിദുൻ എന്നാൽ ഒന്നാണ്, ഇസ്നൈനി എന്നത് 2ആണ്, 3 പേര് സലാസത്ത്, 4 ചൊല്ലും അർബഅത്ത്, 5 ഖംസത്ത്, 6 പറയും സിത്തത്ത്, സബ്അത്ത് എന്നത് 7ആണ്, തമാനിയത്ത് അത് 8ആണ്, 9 തിസ്അത്ത് എന്നല്ലോ, 10 അശ്റത്ത് ആണല്ലോ. വാഹിദുൻ തൊട്ട് അശ്റത്ത് വരെ ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ. കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന പാട്ട് പാടിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കാം. അതായത് നമ്മൾ വാഹിദുൻ എന്ന് എഴുതുമ്പോൾ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞാൽ എണ്ണാൻ അറിയാം. 1 2 3 4 5 6 എന്നൊക്കെ പറയാം. അതുപോലെ 1 2 3 4 എന്നും പറയാനറിയാം. പക്ഷെ അറബിയിൽ എന്ന് പറയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? പലരും അറിയത്തില്ലെന്ന് പറയും അല്ലേ? അപ്പോൾ അതിന് നമുക്കൊന്ന് എഴുതി നോക്കാം. ബിസ്മില്ലാ. ഇത് 1 എഴുതി അല്ലേ? അറബിയിലും 1 ഇങ്ങനെ തന്നെ തന്നെ 1 തന്നെ. 2 എഴുതുമ്പോൾ നമ്മൾ അക്കത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും അല്ലേ? അറബിയിൽ എഴുതുമ്പോൾ അത് ഇങ്ങനെ എഴുതും. ഒരു ചെറിയ ചുനിപ്പ് മേലോട്ട് വരും. കാണുന്നുണ്ടല്ലോ? ഇനി 3 എഴുതുന്ന നമ്മൾ നോക്കാം. 3 അതെന്ത് ചെയ്യും? ഈ ഒരു ചുനിപ്പിൻ്റെ കൂടെ ഒരു ചുനിപ്പ് കൂടെ കൊടുക്കും. അപ്പോൾ 2 ചുനിപ്പ് വരും 3 എഴുതുമ്പോൾ അല്ലേ? ഇനി 4 എഴുതുമ്പം നമ്മൾ 4 ഇങ്ങനെ എഴുതുന്നത്. ഇത് നമ്മൾ അച്ചടി ഭാഷ എഴുതുന്നത്. 4 ഇങ്ങനെ എഴുതും. വേറെ രീതിയിൽ ഇങ്ങനെ എഴുതാറുണ്ട്. കണ്ടോ? അപ്പൊ ഇങ്ങനെ എഴുതും. അപ്പൊ അറബിയിൽ 1 2 3 4 കിട്ടിയല്ലോ. അപ്പൊ ഇതെങ്ങനെ പറയും? വാഹിദ്, വാഹിദ്. എന്താണ്ട്? വാഹിദുൻ, വാഹിദുൻ, വാഹിദുൻ. വാഹിദ് എന്ന് പറയുമ്പം നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ശ്രദ്ധിക്കണം. വാഹിദുൻ. അടുത്തത് ഇതിനൈന്ന്. നമ്മൾ ഈ സൗദിയിലൊക്കെ പോയി അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥ ഉച്ചാരണം ഇസ്നൈനീന. ഇസ്നൈനി, ഇസ്നൈനി, ഇസ്നൈനി. അവിടെ രണ്ടാമത്തെ ഭാഗത്ത് എഴുതുന്നത് ഇസ്നാനി, ഇസ്നാനി. ഇസ്നൈനി എന്ന് പറയും, ഇസ്നാനി എന്ന് പറയും അല്ലേ? ഇസ്നാനി. 3 എന്നുള്ളത് എന്താണ്? സലാസ. നമ്മൾ ഈ അക്ഷരം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാണ്, അക്ഷരങ്ങൾ നമ്മൾ തുടങ്ങിയവരാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് നോക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്താണ്? സലാസ. ഈ സാ ശരിയാക്കാൻ സലാസ പറഞ്ഞാൽ മതി. സലാസത്തും എഴുതും. ഈ സാ എന്തായി മാറും? ഹാ ആയിട്ട് മാറും. സലാസ, സലാസ അല്ലേ? ഇനി അടുത്ത ഒരക്ഷരം കൂടെ നമ്മൾ എത്താണ്? അയിന് എഴുതുന്നുണ്ടോ? അർബഅത്തുൻ എഴുതുന്നു. അർബഅത്തുൻ. അയിന് എഴുതിയുണ്ടോ? അർബഅത്തുൻ. ഇതാണ് നമ്മൾ പാടിയത്. വാഹിദുൻ എന്നാൽ ഒന്നാണ്, ഇസ്നൈനി എന്നത് 2ആണ്, 3 പേര് സലാസത്ത്, 4 ചൊല്ലും അർബഅത്ത്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ അക്കങ്ങൾ ഓർമ്മ വേണം. അപ്പൊ എന്താണ്? 1 2 3 4. 4 ഇങ്ങനെ എഴുതുന്നത് കണ്ടോ? 4 കണ്ടല്ലോ? അയിന് പോലല്ല കേട്ടോ. അയിന് പോലെ നമുക്ക് തോന്നും. അതിന് പോലെ അതിനാകുമ്പോൾ വേറെ രീതിയിലായിരുന്നു. അതിന് ചെറിയ തലയും വലിയ വാലും. ഇത് 2 ചെറുതായിരിക്കും.
അത് ശ്രദ്ധിക്കാം. നമുക്ക് ഇനി 5 എഴുതുന്നത് 5ആണ്. 5 നമ്മൾ എന്താണ് ഇങ്ങനെ ഇങ്ങനെ എഴുതും. കണ്ടോ 5 എഴുതിയേക്കുന്നുണ്ടോ? ഈ 5 എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് 0 ആയിട്ട് തോന്നും. പക്ഷേ അറബിയിൽ 0 എഴുതുന്നത് എന്താണെന്ന് പറയുക? ഒരു കുത്താണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 10 എഴുതുമ്പോൾ മനസ്സിലാവും. 10 എഴുതുമ്പോഴേ നമുക്ക് അപ്പൊ 5 മനസ്സിലായല്ലോ. ഇതിങ്ങനെ ഉള്ള് പൊള്ളയായ വലിയൊരു 0 അല്ലേ? 0 ആണെങ്കിൽ മേളിൽ ചുനിപ്പ് വരും. അതാണ് 5. ഇനി അടുത്തത് 5 എന്ത് പറയും? നോക്ക് ഖംസത്തുൻ. ഖ ആണ് കാറി പറയണം. ഖംസത്തുൻ അല്ല ഖംസത്തുൻ. ഖംസത്തുൻ എങ്ങനെ പറയും? ഖംസത്തുൻ. അപ്പോൾ എന്ത് ചെയ്യാം? ഖംസ എന്ന് പറയും. 5 എന്ത് പറയും? ഖംസ. നമ്മളിപ്പോ ഇനി പഠിക്കാൻ പോകുന്നത് 6 എഴുതുന്നത് 2 നമ്മൾ എഴുതിയപ്പം അപ്പുറത്തോട്ട് തല കൊടുത്തെങ്കിൽ തിരിച്ചിടുമ്പോൾ 6 ആയി. കണ്ടോ? ഇനി പിന്നെ നമുക്ക് 7 പഠിക്കാനുള്ളത്. 7. അപ്പൊ 6 എന്ന് പറയാം. നമുക്ക് 6 എന്ന് പറയുന്നതാണ് അറബിയിൽ സിത്ത എന്ന് പറയും. എന്താണ് സിത്ത? എന്താണ് സിത്തത്തുൻ. സിത്തത്തുൻ പറയുന്നത് എങ്ങനെയാ? സിത്ത. ഇവിടെ ഹംസിന്റെ മീമും കൂടെ ചേർത്ത് എഴുതേണ്ടതാണ്. ഞാൻ ഒറ്റയായിട്ട് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. 6. ഇനി അടുത്ത എന്താണ്? 7. നമുക്കിനി പഠിക്കേണ്ട 7ആണ്. നോക്കുകയാണ്. സബ് ഇങ്ങനെ വി പോലെ എഴുതും. 7 എങ്ങനെ എഴുതി? വി പോലെ കേട്ടോ. ഇംഗ്ലീഷിലെ വി പോലാണ് 7 എഴുതുന്നത്. അതെന്താണ്? സബ്അത്തുൻ. കണ്ടോ? സബ്അത്തുൻ. എങ്ങനെ പറയും? ഇനി നമ്മൾ എത്ര എഴുതേണ്ടത്? 8. സമാനിയ. അതിനെങ്ങനെ എഴുതും? താഴോട്ട് എഴുതും. കണ്ടോ? സമാനിയ. കണ്ട ആ 7 എന്ത് ചെയ്ത് തിരിച്ചിട്ടാ എന്തായി? അതിനെന്ത് പറയും? സമാനിയ. സമാനിയത്തുൻ എന്ത് പറയും? സമാനിയത്തുൻ. എന്താണ്? 5 ആണല്ലോ ഹംസത്ത്, 6 പറയും സിത്തത്ത്, സബഅത്ത് എന്നത് 7ആണ്, സമാനിയത്ത് അത് 8ആണ്. മനസ്സിലായില്ലേ? അപ്പൊ വാഹിദൻ, ഇസ്നൈനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ, അശറ. ഇനി നമ്മൾ 9, 10 എഴുതാൻ പോവാണ്. അപ്പൊ ഇത് നമ്മുടെ കുഞ്ഞു മക്കളെ പഠിപ്പിക്കണം, അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതേപോലെ അറബി മാസങ്ങളുടെ പേര്, അതുപോലെ അറബി ദിവസങ്ങളുടെ പേര്, യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈനി എന്നുള്ളതൊക്കെ നമുക്ക് ഇൻഷാല്ലാ പഠിക്കണം. ഇനി നമ്മൾ 9 പഠിക്കുന്നത്. 9 നമ്മൾ എത്ര പേരെ പഠിച്ചു? 9 അല്ല, നേരത്തെ 8 വരെ. 9. ഇനി നമ്മൾ എഴുതുന്നത് 9. 9 അറബിയിൽ എന്ത് പറയും? നമ്മളെ നമ്മുടെ അക്ഷരങ്ങൾ, ഈ അറബി അക്കങ്ങളെ ഒന്ന് അറബി ശരിക്കൊന്ന് ഉച്ചരിച്ചാൽ മതി. നമ്മുടെ ഖുർആൻ ശരിയാവാൻ പാരായണേ. ഇങ്ങനെ പറയും. ഐന് ശരിയാക്കണം. ഇതിനകത്ത് ഐന് ശരിയാക്കാം. ഐന് അല്ലേ? എന്നൊക്കെ പറയുമ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒക്കെ പറയും. തൊണ്ടയുടെ നടുക്ക് ഉപയോഗിക്കും. ഇനി നമുക്ക് അശറയാണ് പഠിക്കുന്നത്. നമ്മൾ ഇതെത്ര പറയും? 10 കണ്ടോ? പക്ഷെ അറബിയിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യും? ഒന്നിട്ടിട്ട് ഒരു ചെറിയ ഡോട്ട്, ഒരു ചെറിയ കുത്ത്, ചെറിയ കുത്തപ്പെട്ട എന്തായി? അശറായി. കണ്ടോ? ഒന്നിട്ടിട്ട് ചെറിയൊരു ഡോട്ട്. അപ്പൊ എത്രയായി? 10. കണ്ട? മഷറ എന്നുണ്ട്. അതിന് എന്ത് പറയും? ആശറ. അതിനാണ് കണ്ട? ആശറ. അശറത്തുൻ. 10 അല്ലേ? ആശറ. എങ്ങനെ പറയും? ആശറ. അപ്പൊ എന്താണ്? നമ്മൾ 10 വരെ പഠിച്ചു. എങ്ങനെ? വാഹിദുൻ എന്നാൽ 1 ആണ്, ഇസ്നൈനി എന്നത് 2 ആണ്, 3 പേര് സലാസത്ത്, 4 ചൊല്ലും അർബഅത്ത്, 5 ആണല്ലോ ഖംസത്ത്, 6 പറയും സിത്തത്ത്,
സബഅത്ത് എന്നത് 7 സമാനിയത്തത് 8 9 തിസ്അത്ത് എന്നല്ലോ 10 അശറത്ത് ആണല്ലോ വാഹിദും തൊട്ട് അശറത്ത് വരെ ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ നമ്മൾ കുഞ്ഞു മക്കൾക്ക് ഈ പാട്ടും കൂടെ ഒക്കെ ഒന്ന് പാടിക്കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പാട്ട് പാടിയത്. അൽഹംദുലില്ലാഹ്. ഇതേപോലെ നമ്മുടെ പഠന മന്ദിരത്തിലെ പുസ്തകത്തിൽ പാട്ടുകളുണ്ട്, ധാരാളം പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ എന്ത് ചെയ്യണം, കുഞ്ഞു മനസ്സിൽ ചെറിയ പ്രായത്തിലേ ഇട്ട് കൊടുത്താൽ അവരെത്ര പ്രായമായാലും മറക്കത്തില്ല. പ്രത്യേകിച്ച് ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആ പുസ്തകങ്ങളിലുള്ളൂ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.